മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആധിയും യാധിയും ഒന്നുമില്ല. ഓം ന്യൂസിലൻഡിൻ്റെ ഓണം കുക്കിംഗ് സീരീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. തൂശനിലയിൽ ചോറും വിവിധതരം കറികളും വിളമ്പി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. നമ്മുടെ കേരള സദ്യ അതിൻ്റെതായ ഓർഡറിൽ നെയ്യും പരിപ്പും സാമ്പാറും അവിയലും പായസവും അത് കഴിഞ്ഞിട്ടുള്ള മോരുകൂട്ടിയുള്ള ചോറൂണും അതെല്ലാം അതിൻ്റെതായ ക്രമത്തിൽ കഴിക്കുന്നത് മനസ്സിനും നമ്മുടെ ശരീരത്തിനും അത്യുത്തമമാണ്. ഇന്നിപ്പോൾ ഞാനുള്ളത് ഓക്ലൻഡിലെ മിഷൻ ബേ എന്നുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്താണ്. ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു മെമ്പറിന്റെ വീട്ടിലാണ് നമ്മൾ ഇന്ന് ഓണവിശേഷങ്ങൾ അറിയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കൂടുതൽ വിശേഷങ്ങൾ അറിയാം. ഓണം വന്നയോ ഒന്നിട്ടയോ കോടിയിട്ടയോ ഒന്നിച്ചാടി മറഞ്ഞയോ കൂട്ടുകാരെ വറുണ്ട് വിട്ടുണ്ടായോ സഞ്ചവറും മുമ്പേ ഉണ്ണി പന്ത് കഴിക്കണ്ടേ സഞ്ചവറും മുമ്പേ ഉണ്ണി പന്ത് കഴിക്കണ്ടേ. താങ്ക് യു ആര്യൻ. കൈതോല പായ വിരിച്ച് പായയിലൊരു പറ നെല്ല് പൊലിച്ച് കൈതോല പായ വിരിച്ച് പായയിലൊരു പറ നെല്ല് വിളിച്ച് കാതുകുത്താനെപ്പോ വരും നിന്നമ്മാവുമാര് പൊന്നേ കാതുകുത്താനെപ്പോ വരും നിന്നമ്മാവുമാര് പൊന്നേ. താങ്ക് യു സോ മച്ച്. മുത്തശ്ശന്റെ ആ കഴിവാണ് കേട്ടോ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. അപ്പൊ ഇന്നത്തെ ഓണവിഭവം നമ്മളെ പരിചയപ്പെടുത്തുന്ന ആളെയും ആളുടെ കുടുംബത്തെയും നമുക്കൊന്ന് പരിചയപ്പെടുത്താലോ. വെൽക്കം സുബ. സുബയാണ് നമുക്കിന്ന് പരിചയപ്പെടുത്താൻ പോണേ. സുബയുടെ ഫാമിലി നമ്മുടെ കൂടെ ഉണ്ട്, ഒരു കൊച്ചു കുട്ടിയൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ. അപ്പൊ സുബ തന്നെ ഒന്ന് ഫാമിലിയെ പരിചയപ്പെടുത്തും. ഓക്കെ, ഇതെന്റെ ഹസ്ബൻഡ് ധനുഷ്, ഇത് മോൻ ആര്യൻ, ഇത് അഥർ. എൻ്റെ പേരൻസ് ആണ്. ദേ ആർ വിസിറ്റിംഗ് ഫ്രം ഇന്ത്യ. സോ മമ്മി ആൻഡ് ഡാഡ്. എല്ലാവർക്കും ഇന്നൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങൾക്ക് ഇവിടെ ഒരു കുക്കിംഗ് പഠിപ്പിക്കാൻ തന്ന അവസരത്തിന് ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ പറയൂ, എന്തുണ്ട് വിശേഷങ്ങൾ, എന്താണ് ചെയ്യുന്നത്, നിങ്ങളെ കുറിച്ചൊരു ചെറിയ ഇൻട്രോ പറയൂ. ഞങ്ങള് കൊച്ചിന്നാണ്, ഫ്രം പെരുമ്പാവൂർ. ജനിച്ചത് വളർന്നതൊക്കെ ഞാൻ കൽക്കട്ടയിലായിരുന്നു. ഹസ്ബൻഡ് ബോംബെയിലായിരുന്നു കുറേ വർഷം. അപ്പോൾ ഞങ്ങള് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് മീറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി, നമ്മുടെ കമ്മ്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെയാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓണത്തിന്റെ മെമ്മറി എന്ന് പറയുന്നത്. അതെ അതെ, അതൊക്കെ തന്നെയാണ് ഇവിടെ ന്യൂസിലൻഡിൽ വന്നിട്ട് 2019 ഞങ്ങൾ ഇവിടെ വന്നപ്പോ അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ല, റിലേറ്റീവ്സ്. അതെ, കൊറോണയുടെ ആ ഒരു ടൈം ഒക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ബിഫോർ ആണല്ലോ. അതെ അതെ അതെ. പക്ഷെ സ്ലോലി OHM ആയിട്ട് കണക്ട് ചെയ്തു, ഫ്രണ്ട്സ് ആയി, കമ്മ്യൂണിറ്റി. അപ്പൊ നമ്മൾ അറിഞ്ഞു എത്ര മലയാളീസ് ഉണ്ട് ന്യൂസിലൻഡില്, ഓക്ലൻഡില്. പിന്നെ അവരായിട്ട് കണക്ട് ആയി. ഇപ്പോ വെരി ഹാപ്പി യു ഗോട്ട് എ കമ്മ്യൂണിറ്റി. ഇപ്പൊ പിള്ളേർക്ക് നമുക്ക് പറയാൻ പറ്റും, ഇതാണ് നമ്മൾ ഓണം സെലിബ്രേഷൻ, എങ്ങനെയാണ്, പൂക്കളം എങ്ങനെയാണ്, എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും നമുക്ക്. അപ്പൊ അവരും നമ്മുടെ കൾച്ചറായിട്ട് കുറച്ച് കണക്ട് ആവാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. അച്ഛനും അമ്മയും ഉണ്ടാവുമായിരിക്കും അല്ലേ? ഈ വർഷത്തെ ഓണത്തിന് അച്ഛനും അമ്മയുണ്ട്. അതൊരു സന്തോഷമാണ്. അതെ അതെ അതെ. അപ്പോ ഇവിടെ വന്നിട്ട് ശേഷം ഓണാഘോഷങ്ങളൊക്കെ എങ്ങനെയാണ്, എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുന്നത്, എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ടുള്ള ഓണാഘോഷങ്ങളൊക്കെ? ഇവിടെ വന്നിട്ടുള്ള മിക്ക ഓണത്തിനും ഞങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്യും. ഞാനും എൻ്റെ ഹസ്ബൻഡും ചേർന്ന് ചെറുതായിട്ടൊരു സദ്യ ഒരുമിച്ചാണ് കുക്ക് ചെയ്യുന്നത്. അതെ അതെ. മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് സാമ്പാർ, അവിയൽ, തോരൻ, അങ്ങനെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് മാത്രം പ്രിപ്പയർ ചെയ്യും. ഒരു 10-20 ഫ്രണ്ട്സ് വീട്ടിൽ വരും, ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് റാൻഡം ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ട് എല്ലാം. ഇപ്പോഴും ഓണം എന്ന് പറയുന്ന ആ ഗെറ്റ് ടുഗദർ തന്നെയാണ് അല്ലേ നമുക്ക്. അതെ, പൂക്കളൊക്കെ ഇടാൻ പറ്റാറുണ്ടോ?
പൂക്കളം ഇടയ്ക്ക് ഇടും, പക്ഷെ അങ്ങനെ 10 ദിവസം ഒന്നും ഇടില്ല. ഓണത്തിന് ആ അന്ന് ദിവസം, മാത്രം ആഘോഷ ദിവസമായിട്ട് കിട്ടുന്ന ഇടും. പൂക്കൊണ്ട് ചെറുതായിട്ടൊരു പൂക്കളം. അല്ല, മോൻ നന്നായിട്ട് ഓണത്തിന്റെ പാട്ടൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ? അതെ അതെ അതെ. അത് ഇപ്പൊ അവൻ ഇങ്ങനത്തെ പരിപാടികളൊക്കെ വരുമ്പോ അവൻ കാണും, പിള്ളേരൊക്കെ സ്റ്റേജിൽ കമ്മ്യൂണിറ്റി ഇവന്റ്സിൽ വരുമ്പോ അവരെന്താണ് പ്രസന്റ് ചെയ്യുന്നത്. അതൊരു നല്ലൊരു ഇൻടേക്ക് ആണ് അല്ലേ ആക്ച്വലി. പിന്നെ അവന് പാട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ എന്തെങ്കിലും ടിവിയിലൊക്കെ കാണുവാണെങ്കിൽ ആ സമയത്ത് അത് ഒന്ന് പിക്കപ്പ് ചെയ്യും. നാട്ടില് പിള്ളേർ എപ്പോഴെങ്കിലും ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടോ? നാട്ടില് ഇല്ല, സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങള് വിഷുവിനുണ്ടായിരുന്നു, പക്ഷെ ഓണത്തിനില്ല. ഉണ്ടായിട്ടില്ല. അച്ഛന്റെ അമ്മയുടെയും ആദ്യത്തെ ഓണം ആയിരിക്കും അല്ലെ ഔട്ട്സൈഡ് ഇന്ത്യ? അതെ, രണ്ടാമത്. 2020 ഇവിടെ വരുമ്പോഴും ഉണ്ടായിരുന്നു. 2020. പക്ഷെ അത് കൊറോണ ടൈം പുറത്തൊന്നും പോയില്ലായിരുന്നു. അതൊരു വേറെ ഏറെയാണ്. അപ്പൊ നമുക്ക് ഇന്ന് എന്ത് ഡിഷാണ് നമുക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്? വി ആർ ഈഗർലി വെയിറ്റിംഗ്. യെസ്, ടുഡേ വി ആർ ഗോയിങ് ടു മേക്ക് അവിയൽ. അവിയൽ, ഓ സദ്യയിലെ ഒരു പ്രധാനിയാണ്, മിഡിൽ റോ ഡിഷാണ് അല്ലേ? താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് എങ്ങനെ അവിയൽ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? അപ്പൊ നമുക്ക് അവിയലിന് വേണ്ട ചേരുവ എന്തൊക്കെയാന്ന് നോക്കിയാലോ? ശരി, ഓക്കെ. നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കഷ്ണങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. വെള്ളരിക്ക അല്ലെങ്കിൽ കുമ്പളങ്ങ, ഇത് കോവയ്ക്ക, ക്യാരറ്റും ബീൻസും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാണ് മുരിങ്ങക്കോല്. ഇത് ഫ്രോസൺ ആണ്. കോവയ്ക്കയും മുരിങ്ങക്കോലും ഇവിടെ ഫ്രഷ് അവൈലബിൾ അല്ല, ഫ്രോസൺ ആണ്. ആൻഡ് ഇതാണ് വാഴക്ക ഇല്ലെങ്കിൽ ഏത്തക്കായ, എന്താ അവൈലബിൾ എന്ന് വെച്ചാൽ അത് വെള്ളത്തിലിട്ട് വെച്ചേക്കാം. വെള്ളത്തിലിട്ട്, ഇല്ലെങ്കിൽ അത് ബ്ലാക്ക് ആയി പോകും. ഓക്കെ. കുറച്ച് കരിവേപ്പില, നമ്മൾ അരപ്പിനുള്ളത് തേങ്ങ, ഒരു അരമുറി തേങ്ങ ഉണ്ട്, പൊടിയുണ്ട്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി, ഇത് ജീരകം 1 സ്പൂൺ, നല്ല ജീരകം, ഇത് കുറച്ച് പച്ചമുളക്, വെളിച്ചെണ്ണ, തൈര്. ഇതാണ് ആവശ്യമുള്ള കാര്യങ്ങൾ. ഒത്തിരി പച്ചക്കറി ഉണ്ട് അല്ലേ അവിയലില്? അതെ, അവിയലാണ് നമ്മുടെ സദ്യയിലെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം. ഇതെല്ലാം നമ്മൾ ഫ്രഷ് ആയിട്ട്, ഏതാ അവൈലബിൾ ഫ്രഷ് ആയിട്ടുള്ളത് കഴുകി 1 ഇഞ്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കാണ്. അതാണ് പ്രിപ്പറേഷൻ ടൈം ആണ് മോസ്റ്റ്ലി അവിയലിന്. കുക്കിംഗ് ടൈം കുറവാണ്. റെഡിയാക്കുന്നതാണ് വേണ്ടത്. അതെ അതെ അതെ, നല്ല ഒരു ഭയങ്കര ഹെൽത്തി. കാണുമ്പോ തന്നെ നമുക്കറിയാം എല്ലാം ഉണ്ട്, എല്ലാം വേണ്ട ഹെൽത്തി ആയിട്ടുള്ളതാണ്, ഹെൽത്തി ഫാറ്റ് ഉണ്ട്, എല്ലാം ഉള്ള ഒരു ഡിഷാണ്. കേരളത്തിലെ പല പ്രദേശങ്ങളിലും പല രീതിയിലാണ് ഉണ്ടാക്കണേ. അതനുസരിച്ച് നമുക്ക് വേണ്ട കഷ്ണങ്ങൾ ആഡ് ചെയ്യാം. ചിലര് ബ്രിഞ്ചോൾ, വഴുതനങ്ങ ആഡ് ചെയ്യും. അപ്പൊ അതനുസരിച്ച് ചേന അവൈലബിൾ അല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. ചേനയും ചേർക്കാം. ശരി, അപ്പൊ നമുക്ക് എങ്ങനെയാ അവിയൽ ഉണ്ടാക്കണേ നോക്കിയാലോ? യെസ്, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? യെസ്, നമ്മളിപ്പോ പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം. ആദ്യം ഏതാ വേണ്ട? ആദ്യം മുരിങ്ങക്കോല്. ആഹാ, മുരിങ്ങക്കോലാണ് ആദ്യം പോകുന്നത്. നമ്മളത് ആഡ് ചെയ്യാം. പിന്നെ ബീൻസും ക്യാരറ്റും. അടുത്തത് കോവയ്ക്ക. മുരിങ്ങക്കോൽ ഇട്ടു, ബീൻസും ക്യാരറ്റും ഇട്ടു, കോവയ്ക്ക ഇട്ടു. ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം ഒഴിച്ച്, കുറച്ച് വെള്ളം മതി അല്ലേ? ജസ്റ്റ് ഒന്ന് അടി പിടിക്കാതിരിക്കാൻ മാത്രമുള്ള വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് അത് വേവിച്ചെടുക്കാൻ വേണ്ടിട്ട്. ഉപ്പിട്ടാണോ വേവിക്കുന്നത് അതോ? അതെ, ഉപ്പും പതുക്കെ ഇടാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടികൾ ഇടുകയാണ്. പൊടികളിട്ട്, അപ്പൊ അത് കളറൊക്കെ ഒന്ന് പിടിച്ചു വരാൻ നന്നായിരിക്കും. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി കുറച്ച് മതി, ജസ്റ്റ് ഒരു കളറിന് വേണ്ടി. കാശ്മീരി ഒന്നുമല്ല, സാധാരണ എരിവുള്ള മുളക് പൊടി. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്കത് ഒന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ചാണോ വേവിക്കുന്നത്? അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റ് ഒന്ന് വേവിക്കട്ടെ അല്ലേ? അതെ, അപ്പത്തേക്കും എല്ലാം കൂടെ ഓൾമോസ്റ്റ് സെറ്റ് ആവും. അതെ, ബാക്കിയെല്ലാം നമ്മൾക്ക് വേണമെങ്കിൽ അരച്ചെടുക്കാം ആ സമയത്തേക്ക്. ഇത് വേവുന്ന സമയത്ത് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പൊ ഒരു 5 മിനിറ്റ് നമ്മളിത് ഒന്ന് വേവിക്കാണ്. ഇടയ്ക്ക് ഒന്ന് തുറന്നു വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം.
കുറച്ച് വെള്ളമല്ലേ ഒഴിച്ചുള്ളൂ, അപ്പൊ അതെ, അടി പിടിക്കരുതല്ലോ അല്ലേ? അത് ആക്ച്വലി വെജിറ്റബിൾസ് സ്റ്റീം ആയാൽ മതി, അത് ഉടയേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിയലിന് ഓരോ കഷ്ണത്തിനും ഓരോ വേവാണ്. അതെ. അപ്പൊ നമ്മൾ അതനുസരിച്ച് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇട്ട് കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഇതിൽ മുരിങ്ങക്കോലിനും ക്യാരറ്റിനും ആയിരിക്കും വേവ് കൂടുതൽ. അതെ. കുമ്പളങ്ങയ്ക്കും പിന്നെ വാഴയ്ക്കും വേവ് കുറവായിരിക്കും. അപ്പൊ നമ്മൾ ഇതൊന്നായി കഴിയുമ്പോൾ നമുക്കത് ഇടാം. കുറച്ചുകൂടെ അടച്ചു വെക്കാം അല്ലേ? അതെ. വെന്തിട്ടുണ്ടാവും അല്ലേ? ഇപ്പൊ ഏകദേശം ആയി ഉണ്ടാവും. ഇനി നമുക്ക് കുമ്പളങ്ങയും വാഴയ്ക്കും ഇടാം. കുമ്പളങ്ങയ്ക്കൊക്കെ ഇത്തിരി വേവ് കുറവായതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് ഇടുന്നത് അല്ലേ? അതെ അതെ. ഓക്കെ, ഇതിട്ട് കൊടുക്കാം. അധികം മിക്സ് ചെയ്യണ്ട, നമുക്ക് കഷ്ണങ്ങൾ അധികം ഉടയുന്നത് ഇഷ്ടമല്ല. അതെ, അത് കടിക്കാൻ കിട്ടുന്നതാണ്. അതെ അതെ. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ചിലർക്ക് നന്നായി വെന്തുടയുന്നതാ ഇഷ്ടം, ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഇതുപോലെ മതി. വാഴയ്ക്ക ഇടാം. അതൊന്ന് വെന്ത് വരുന്ന വരെ നമുക്കത് അടച്ചു വെക്കാം. അപ്പൊ എല്ലാ കഷ്ണങ്ങളും ആയിട്ടുണ്ട്. ഒന്ന് വേവുന്നിടം വരെ നമ്മൾ അടച്ചു വെക്കുന്നു. അതെ. ഓണത്തിന്റെ ഫേവറേറ്റ് ഡിഷ് ഏതാണ് സുബയുടെ? എന്റെ ഫേവറേറ്റ് അവിയൽ തന്നെയാണ്. അത് എല്ലാം കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും, നല്ല കളർഫുൾ ആയിട്ടിരിക്കും, ഹെൽത്തിയാണ്. പിന്നെ നമ്മള് കഷ്ണങ്ങളൊക്കെ നുറുക്കി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അധികം പണിയില്ല. എല്ലാം കൂടി എനിക്ക് ഫേവറേറ്റ് അവിയൽ. ഉണ്ടാക്കാനും ഇഷ്ടമാണ്. അതെ അതെ. ഇവിടെ വെച്ചാൽ കഷ്ണങ്ങൾ കിട്ടണേണ്ട ഒരു റെസ്ട്രിക്ഷൻ മാത്രമേ ഉള്ളൂ. എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അതാണ് ശരി. നമുക്ക് കുമ്പളങ്ങയൊന്നും ഭയങ്കര സീസണൽ ആണല്ലോ അല്ലെ? വെള്ളരിക്ക, അതെ, പകരം ഇടുമായിരിക്കും അല്ലെ നിങ്ങളിപ്പോ ഇല്ലാത്ത സമയത്ത്? അതെ, കുമ്പളങ്ങ ഇല്ലെങ്കിൽ വെള്ളരിക്കയാണ് നാട്ടില് മോസ്റ്റ്ലി ഇടുക നമ്മള്. അതെ അതെ. പക്ഷെ ഇവിടെ അത് ഇല്ലാത്തതുകൊണ്ട് വിന്റർ മെലൻ ഇല്ലെങ്കിൽ വെള്ളരിക്ക ഇടാം. അതെ അതെ. കുമ്പളങ്ങ ഇടാം. പായസത്തില് ഫേവറേറ്റ് ഏതാ? പായസത്തില് പാലട. മോസ്റ്റ് പോപ്പുലർ പാലട. പിള്ളേർ കഴിക്കും അവിയലൊക്കെ? പിള്ളേര് ട്രൈ ചെയ്യും. ശരിയാ. ആസ് എ മദർ ഇത്ര ന്യൂട്രീഷൻ ഉള്ള ഫുഡ് കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ അല്ലെ? അവർക്ക് ക്യാരറ്റ് അങ്ങനത്തെ ചില ഐറ്റംസ് അവർ അത് പറക്കി പക്ഷെ നമ്മളത് ട്രൈ ചെയ്യണം. അതാ നമ്മുടെ നന്നായി. അപ്പൊ നമുക്ക് ഇത് വേവുന്ന സമയത്ത് നമുക്ക് എന്താ അരപ്പിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാലോ? ഇത് സ്റ്റീമായി വരുന്നവരെ നമ്മൾ അരപ്പ് റെഡിയാക്കാം. അപ്പത്തേക്കും അരപ്പൊന്ന് റെഡിയാക്കാം. എനിക്ക് അപ്പത്തേക്കും ആവുമായിരിക്കും അല്ലെ? അതെ. ഇപ്പൊ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ച് ശരിയായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്, നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങ അരപ്പ് ഒന്ന് ചതച്ചെടുത്താൽ മതി, ശരിക്കും ഫൈൻ ആക്കണ്ട. നമ്മളിപ്പം ചതച്ചിരിക്കുന്നത് പച്ചമുളക്, ജീരകം, തേങ്ങ. അതെ, അത് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് ഇത് ആഡ് ചെയ്യാം. ഞാൻ പിടിക്കാം. അമ്മയാണോ അവിയൽ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്? അതെ. അമ്മ മോസ്റ്റ്ലി എല്ലാ ഒക്കേഷൻസിലും അവിയലുണ്ടാക്കും. അങ്ങനെയാണ് അതെന്റെ ഫേവറേറ്റ് ഐറ്റമായ. അമ്മയുടെ കൈപ്പുണ്ണി അങ്ങനെ കിട്ടിയിട്ടുണ്ടോ മോൾക്കമ്മ? കുഴപ്പമില്ല. കുറച്ച് വെള്ളം കുറവെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കൊന്ന് വെള്ളം ആഡ് കൊടുക്കാം. ഇപ്പം ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്യാം അല്ലേ? ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം അത് മതി, ഒത്തിരി വെള്ളം മതി. ആഡ് ചെയ്ത് കൊടുക്കാം. അതെ, ഒഴിക്കാനാ? മതി. ഒരു 2 മിനിറ്റ് ഇതൊന്ന് ഒതുങ്ങി വരുന്നവരെ. അതിനുശേഷം നമ്മൾ തൈര് ആഡ് ചെയ്യുന്നത് അല്ലേ? പിന്നെ തൈര് ആഡ് ചെയ്യും. അപ്പോൾ കഷ്ണങ്ങളും തേങ്ങയൊക്കെ ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പാണ് തൈര് നമ്മളൊന്ന് ആഡ് ചെയ്യണം അല്ലേ? ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കട്ടയുടച്ചതിന് ശേഷം. അതെ, കട്ടയുടച്ച ശേഷം അത് ആഡ് ചെയ്യാം. ഈ തൈര് ആഡ് ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു
യൂസോ ബെനിഫിറ്റോ ഉണ്ടോ? ലൈക്ക് തൈര് നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മളിപ്പോ ഉപ്പുണ്ട്, എരിവുണ്ട്, നമ്മളൊന്ന് അതൊന്ന് ബാലൻസ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഇച്ചിരി ഒന്ന് പുളിപ്പായി അതിനു വേണ്ടിയാണ് തൈര് ആഡ് ചെയ്യണം. നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി തൈര് ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ മാങ്ങ സീസൺ ആണെങ്കിൽ പച്ച മാങ്ങ അരിഞ്ഞിടാം. അപ്പൊ കഷ്ണത്തിന്റെ കൂടെ നമ്മൾ മാങ്ങ വേവിക്കും അല്ലേ? കഷ്ണത്തിന്റെ കൂടെ ആഡ് ചെയ്യാം പുളിപ്പിന് വേണ്ടി. ഇനി അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ പുളി പിഴിഞ്ഞ് ഒഴിക്കും. അധികം പുളി പാടില്ല. അതെ, കൈപ്പുളി പിരിഞ്ഞതിന് ശേഷം ഇച്ചിരി പിഴിഞ്ഞ് അതിന്റെ പിഴിഞ്ഞിട്ട് പിഴിഞ്ഞിട്ട് അത് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. തൈരാകുമ്പോ കുറച്ച് കളറ് മിക്സ്, അതെ, ലുക്ക് നല്ല മാറിയിട്ടുണ്ട്. തൈര് ഒരു ക്രീമി ഒരു ടെക്സ്ചർ കിട്ടും. അപ്പൊ നമ്മൾ തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആ തൈര് ഒഴിഞ്ഞ ശേഷം കുറച്ചു നേരം ഇരിക്കണമായിരിക്കും അല്ലെ? ജസ്റ്റ് ഒന്ന് അതിന്റെ ചൂടിൽ അതൊന്ന് ഇതായാൽ മതി. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഇച്ചിരി കരിവേപ്പിലയും 2 സ്പൂൺ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ, കരിവേപ്പില ജസ്റ്റ് ഒന്ന് മുകളിൽ കൂടി ഇട്ട് കൊടുക്കാം. എല്ലാവർക്കും കരിവേപ്പില ഇഷ്ടമാണ്. കുറച്ച് കൂടുതലേ ആയി. മിക്സ് ചെയ്തിട്ട് 2 സ്പൂൺ പച്ച വെളിച്ചെണ്ണ, അതാണ് അതിന്റെ ഒരു ഫ്ലേവർ. പച്ച വെളിച്ചെണ്ണ നമ്മളൊരു 2 സ്പൂൺ നേമ്പൊടിക്കുന്ന രീതിയിലാണ് ആഡ് ചെയ്യുന്നത് ലാസ്റ്റ്. അതെ, ലാസ്റ്റ്. ബാക്കി നമ്മൾ എല്ലാത്തിലും വറക്ക് ചേർക്കോ അല്ലെങ്കിൽ ആദ്യം ചേർക്കണം. അവിയലിന് മാത്രമാണ് നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നത്. അതെ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ നല്ലോണം. അടിപൊളി. അപ്പൊ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ആയിക്കോട്ടെ. കാരണം ഞാൻ ഏറ്റെടുക്കാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു കളറില്ലേ, എനിക്കെന്താ മുളക് പൊടിയുടെ ഒക്കെ കളർ ബാലൻസ്ഡ് കളറാണ്. ക്യാരറ്റ് തന്നെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ടേസ്റ്റ് ചെയ്യേണ്ടി വരും. നൈസ്. ആദ്യം വാലിട്ടൊക്കെ ഇട്ടേക്കുമ്പോൾ തന്നെ ആ തൈരാണ് ഫീൽ ചെയ്യുന്നത്. എന്നിട്ട് കഴിക്കുമ്പോഴാണ് എരിവും എല്ലാം വരുന്നത്. എല്ലാം കറക്റ്റ് ആ മിക്സ് ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എരിവ് കൂടുതലല്ലോ? ഇല്ല, കറക്റ്റ് ആണ്. ചോറിന് കൂട്ടുമ്പോഴാണെങ്കിലും അത് ഇപ്പൊ കഴിക്കാൻ തന്നെ കറക്റ്റ് ആണ് എരിവ്. അപ്പം ഇങ്ങനൊരു അവിയൽ ഉണ്ടാക്കാൻ പഠിപ്പിച്ചതിനും എനിക്ക് ഉണ്ടാക്കി തന്നതിനും ഒത്തിരി സ്നേഹമുണ്ട്. വളരെ സന്തോഷം. അതുപോലെ തന്നെ സുഭയുടെയും OSM ന്യൂസിലൻഡിന്റെയും എന്റെയും വക എല്ലാവർക്കും ഓണാശംസകൾ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം.